നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളം ബൂത്തിലെത്താൻ ഇനി 33 നാളുകൾ മാത്രം. സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പര്യടനം കൊഴുക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 2 ദിനം കൂടി. 4 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. ക്രിസ്തുവിന്റെ ജെറുസലേം സ്മരണയിൽ വിശ്വാസികൾ. ഓശാന ഞായറിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ. താമരശ്ശേരിയിലും നാദാപുരത്തും തൃശൂരും തീപിടുത്തം. താമരശ്ശേരിയിൽ 2 ബേക്കറികളും കടയും കത്തിനശിച്ചു. നാദാപുരത്ത് 2 നില വീട് പൂർണ്ണമായും കത്തി. തൃശൂരിൽ തീപിടിച്ചത് ഫർണിച്ചർ നിർമ്മാണശാലയിൽ. മന്നിക്കണിയിൽ ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം. അപകടം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ. മരിച്ചത് വെള്ളുമണ്ണടി സ്വദേശി. ഹമാസിന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളി ഇസ്രയേൽ. ഗാസ വിടാൻ ഒരുക്കമല്ലെന്ന്, ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നും നിലപാട്. ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ വീണ്ടും ആക്രമണം. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അമേരിക്കയിൽ. IPL-ൽ കൊൽക്കത്തയ്ക്ക് ആവേശജയം. ത്രില്ലർ പോരാട്ടത്തിൽ ഹൈദരാബാദിന്റെ തോൽവി 4 റൺസിന്. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌവിനെയും മുംബൈ ഇന്ത്യൻസ് ഗുജറാത്തിനെയും നേരിടും. ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ കൊണ്ടാടുകയാണ്. ക്രിസ്തുവിന്റെ ജെറുസലേം സ്മരണ പുതുക്കി വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദർശനം നടന്നു. പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് ഇന്ന് കുർബാനകൾക്ക് തുടക്കമായത്. ഇനി വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ